ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ വന്നിരിക്കുന്നത് പൈനിയറിൻ്റെ ഒരു ഡ്യുവൽ ഡാഷ് ക്യാമറ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക്, അത് ഫ്രണ്ട് 2K, ബാക്ക് 1080 റെസൊല്യൂഷൻ വരുന്നത്. H520DC എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഡക്റ്റാണ്. ഇതിന് മുന്നേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേർഷൻ അപ്ഡേറ്റഡ് ആയിട്ട് ഇറക്കിയൊരു മോഡലാണിത്. നല്ലൊരു കിടിലം പ്രോഡക്റ്റ് എന്ന് വേണം പറയാൻ. കുറേ അധികം ഫീച്ചേഴ്സുമായിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ 70mm എന്ന് പറഞ്ഞ ബ്രാൻഡ് ഡാഷ് ക്യാമറ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലുക്ക് ചെയ്താൽ മതി. അതിനകത്ത് സെയിം A510 എന്ന് പറഞ്ഞൊരു മോഡലുമായിട്ടാണ് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. എനിക്കൊന്ന് അതിൻ്റെ MRP എനിക്കൊന്ന് അപ്രോക്സിമേറ്റ് 21,000 സംതിങ് MRP വരുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് അത്രയും വരുന്നില്ല, 18,499 MRP വരുന്നുള്ളൂ. ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ADAS ഫീച്ചേഴ്സ്, GPS ഇൻബിൽട്ട്, ബാക്കിയുള്ള എല്ലാം പോലെ അത് തന്നെ. എനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് തോന്നാൻ കാര്യം, ഇപ്പോൾ നമുക്ക് കൊളീഷൻ ഡിറ്റക്ഷൻ ആകുമ്പോഴത്തേക്കും കുറച്ച് വാർണിംഗ് ഡിറ്റക്ഷനും കാണിങ്ങും എല്ലാം ഇതിനകത്ത് കാണിക്കാറുണ്ട്. ഒരു അടിപൊളി ഫീച്ചേഴ്സ് അങ്ങനെ കുറച്ച് കിടിലമായിട്ട് ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് വാറണ്ടി കാർഡ് വരുന്നുണ്ട്, യൂസർ മാനുവൽ വരുന്നുണ്ട്, നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്ക് വിൻഷീൽഡ് സ്റ്റിക്ക് ചെയ്യാൻ അതിൻ്റെ ക്യാമറയുടെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഡാഷ് ക്യാം ഐറ്റം കാണിച്ചു തരാം. ഒരു മിനി ക്യാമറ എന്ന് വേണം പറയാൻ. അതുപോലൊരു സെയിം ക്വാളിറ്റി, പക്ഷേ ബിൽറ്റ് ക്വാളിറ്റി അടിപൊളി, ഒരു രക്ഷയില്ല. വിയറ്റ്നാം പ്രോഡക്റ്റാണ്, കൺട്രി ഓഫ് ഒറിജിൻ വിയറ്റ്നാമാണ്. സോ അതിൻ്റെ ഒരു ക്വാളിറ്റി അവർ എന്തായാലും പൈനിയർ എന്തായാലും അത് കീപ്പ് ചെയ്യും. നമുക്കതിൻ്റെ പവർ ബട്ടൺസ്, സ്വിച്ചസും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഓരോ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതാണ് പവർ ബട്ടൺ. പിന്നെ സ്റ്റാൻഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ, നമ്മുടെ റിവേഴ്സ് ബാക്കിലത്തെ ക്യാമറ നമുക്ക് കൊടുക്കാനുള്ള ഒരു വയറിങ്, പിന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്യുന്ന ഇതിനകത്തോട്ടാണ്. C പോർട്ടാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ഹാർഡ്വെയർ കിറ്റ് യൂസ് ചെയ്ത് നമുക്ക് പാർക്കിംഗ് സർവൈലൻസ് മോഡ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്രോക്സിമേറ്റ് 512GB തന്നെ നമുക്ക് എക്സ്റ്റൻഡ് മെമ്മറി കാർഡ് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ബാക്കിലത്തെ ക്യാമറ 1080 ആണ് വരുന്നത്. 1080 നമുക്ക് ബാക്കും കൊടുക്കാം, ഇൻസൈഡ് റെക്കോർഡിങ്ങും ചെയ്യാം. ബാക്കിയുള്ള പോലെ തന്നെ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. സോ ഇൻസൈഡ് റെക്കോർഡിങ് കിട്ടും, ഔട്ട്സൈഡ് റെക്കോർഡിങ് കിട്ടും. സോ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇതിനുണ്ട്. ബാക്കിയുള്ള നമ്മൾ ഡാഷ് ക്യാമറ പോലെയല്ല, ഇതിനകത്ത് കുറച്ചുകൂടെ ഈസിയാണ് യൂസ് ചെയ്യാൻ. നമുക്ക് ഒരു ഫസ്റ്റ് ബിഗിനറിനൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു കൂടുതൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ഇവർ കൊടുക്കുന്നില്ല. ഒരു ഈസി യൂസിങ് ആപ്ലിക്കേഷൻ എന്ന് വേണം പറയാൻ. നമ്മുടെ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് തന്നെ കാണിക്കും. പിന്നെ പാർക്കിംഗ് മോഡ്, ഓൺ ഓഫ് എല്ലാം നമ്മുടെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഫുൾ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. സോ മാർക്കറ്റിൽ ഈ സാധനം അവൈലബിൾ ആണ്, നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഷോപ്പ് അറിയാമല്ലോ, കാർക്കൂളാണ് കൊല്ലത്തുള്ളത്. എന്തുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. എല്ലാ ബ്രാൻഡും നമ്മൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതായിരിക്കും. സോ സീ യു സൂൺ. ബൈ.